എത്ര എത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര എത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാവും സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാവും സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 16-ാമത് വാക്യം. ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു, കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ള വചനമാണ്. ഏതു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സുഖ ദുഃഖ സമ്മിശ്രമായ ഒന്നാണ് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള ആയുഷ്കാലം എന്ന് പറയുന്നത്. എന്നാൽ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ആഴമായി കടന്നു വരുന്ന അനവധി ഘട്ടങ്ങളുണ്ട്. ഒരു വെളിപ്പാട് നിമിത്തം ഇറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ കഷ്ടതയുടെ പാതകൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. മാനവ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ഉന്നതിയിലെ സുഖം വെടിഞ്ഞ് താണലോകത്തേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചതായ കയ്പുനീരിൻ്റെ കഷ്ടതയുടെ വേദനകളുടെ ചരിത്രങ്ങളും തിരുവചനം നമ്മെ ഓർപ്പിച്ച് ഉണർത്തുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും നിത്യതയുടെ അവകാശികളായി തീരണമെന്ന് ആശയോടും കൊതിയോടും കൂടി പ്രവർത്തിച്ച പൗലോസ് അടക്കമുള്ള ശ്ലീഹമാരുടെ ഒക്കെ ജീവിതത്തിൽ അവരനുഭവിച്ച കഷ്ടതയുടെ തീവ്രതകളും നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. എന്നാൽ 20-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. യഹോവേ, കഷ്ടകാലത്തിൽ എനിക്ക് ഉത്തരമരുളേണമേ എന്ന് പറയുകയാണ്. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ഇസ്രായേൽ മക്കൾ ഒന്നടങ്കം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ വാക്കുണ്ട്. യഹോവേ, ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നു എന്ന് ഓർക്കേണമേ, ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കേണമേ, ഞങ്ങളുടെ അവകാശം അന്യന്മാർക്കും ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കും ആയിപ്പോയിരിക്കുന്നു എന്ന് പറയുന്ന വാക്കുകളുണ്ട്. സകലതും നഷ്ടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ വ്യാകുലതകളുടെ മുമ്പിൽ കടന്നു പോകുന്ന ഇസ്രായേൽ മക്കൾ, നിന്ദിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയാണ്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ദൈവം കേട്ടു. ആ നിലയിൽ ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. മിസ്രൈമിലെ അടിമത്വത്തിനകത്ത് കഠിനമായ ശോധനയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ കഷ്ടത നിമിത്തം അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി ദൈവം കേൾക്കുകയും അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ഓർത്ത് ദൈവം മോശയെ മിസ്രൈമിലേക്ക് അയക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിയോടെ നിന്നിട്ട് കഷ്ടതയുടെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നു എങ്കിൽ ആ കഷ്ടതയുടെ നടുവിൽ നാം നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം കേട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്.
നമ്മെ വിടുവിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ അത്ഭുതങ്ങളിലൂടെ നയിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കാം, ആ ദൈവത്തിൽ നിന്നുള്ള വിടുതലുകൾ പ്രാപിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനപ്പുറത്ത് അതിന് നടുവിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തെ ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഞങ്ങൾക്ക് ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അത്ഭുതം ചെയ്യണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.